നിലമ്പൂരിൽ കരുത്തു തെളിയിച്ചതോടെ പി വി അൻവറിനെ UDF-ലേക്ക് വരാനുള്ള സാധ്യതകൾ ഏറുന്നു. പി വി അൻവറിനെ കോൺഗ്രസിനൊപ്പം കൂട്ടുന്നതിൽ ആദ്യാവസാനം എതിർപ്പ് ഉയർത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശനെ പരോക്ഷമായി പഴിച്ച രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നു. പി വി അൻവർ കോൺഗ്രസിനൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം 25,000 കടന്നേനെ എന്ന് ചെന്നിത്തല പറഞ്ഞു. ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിന് പിന്നാലെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. ഞാനും കുഞ്ഞാലിക്കുട്ടിയും പി വി അൻവറിനെ കൂടെ കൂട്ടാൻ പരമാവധി ശ്രമിച്ചെങ്കിലും നടന്നില്ല. UDF എക്കാലത്തും CPM-നെതിരെ നിലപാട് സ്വീകരിച്ചവരെ കൂടെ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അൻവറിനെ കൂടെ കൂട്ടേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് നിലപാട്. അൻവർ പിടിച്ച വോട്ടും ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകളാണ്. അങ്ങനെ വരുമ്പോൾ 25,000-ൽ പരം വോട്ടുകൾക്കാണ് ഇടതുപക്ഷം പരാജയപ്പെട്ടത്. 2 തവണ LDF പിടിച്ച സീറ്റാണ് ഇത്തവണ ആര്യാടൻ ഷൗക്കത്ത് തിരിച്ചു പിടിച്ചത്. ഭരണവിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നും പിണറായി വിജയൻ ഇനി രാജിവെക്കുകയാണ് വേണ്ടതെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. പി വി അൻവർ ജനപിന്തുണയുള്ള നേതാവാണെന്നും അത്തരമൊരു രാഷ്ട്രീയക്കാരനെ കോൺഗ്രസ് വേണ്ടെന്ന് പറയില്ലെന്നും KPCC മുൻ അധ്യക്ഷൻ K സുധാകരനും പ്രതികരിച്ചു. അൻവർ നയപരമായ രാഷ്ട്രീയ സമീപനം സ്വീകരിച്ച CPM-ൽ നിന്ന് വന്ന ആളാണ്. അദ്ദേഹം കോൺഗ്രസിലേക്ക് വരണമെന്നായിരുന്നുവെന്ന് താൻ അന്നേ ആഗ്രഹിച്ചിരുന്നു. വരാമെന്ന് അദ്ദേഹം ഏറ്റതുമാണ്. എന്നാൽ ചില സാങ്കേതികമായ പ്രശ്നങ്ങളെ തുടർന്ന് നടക്കാതെ പോയി. ഇനി കോൺഗ്രസിലേക്ക് വരാൻ അദ്ദേഹം തയ്യാറുണ്ടെങ്കിൽ പാർട്ടി അതേക്കുറിച്ച് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും. ജനപിന്തുണയുള്ള അദ്ദേഹത്തെ പോലുള്ള നേതാവിനെ കോൺഗ്രസ് വേണ്ടെന്ന് പറയില്ല. അൻവറിന്റെ പ്രവേശനത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല എന്നും സുധാകരൻ പറഞ്ഞു. അൻവറും തന്റെ നിലപാട് മയപ്പെടുത്തുകയാണ്. VD സതീശനെതിരെയുള്ള നിലപാട് മയപ്പെടുത്തിക്കൊണ്ട് പിണറായിസത്തിനും മരുമോനിസത്തിനും എതിരെയാണ് താനെന്ന് പറഞ്ഞുകൊണ്ട് അൻവറും നിലപാട് മയപ്പെടുത്തുന്നു. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ നേരത്തെ വാഗ്ദാനം ലഭിച്ച ബേപ്പൂർ സീറ്റിലേക്ക് മാറാനുള്ള ആ നീക്കവും അൻവർ നടത്തുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്.